യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം. മിശ്ര വിവാഹം അവസാനിപ്പിക്കുന്നു. എസ്ര ദേവാലയത്തിൽ നിരത്ത് വീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിനവ്രതയോടെ വിലപിച്ചു. ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ശക്കാനിയ എസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യ സ്ത്രീകൾ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവ്വം ചെയ്യുക. അപ്പോൾ എസ്രാ എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്രാ ദേവാലയത്തിന് മുമ്പിൽ നിന്ന് പിൻവാങ്ങി എലിയാശീബിൻ്റെ മകൻ യഹോഹനാൻ്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു, മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടട്ടെ. 3 ദിവസത്തിനകം വരാതിരിക്കുന്നവൻ്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ യൂദാ ബെഞ്ചമിൻ ഗോത്രജർ ജെറുസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്രാ അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്, ഇത് പേമാരിയുടെ കാലവുമാണ്. ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യ സ്ത്രീകൾ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസ്ഹേലിൻ്റെ മകൻ ജോനാഥാനും തിക്വായുടെ മകൻ യഹസിയായും മാത്രം ഇതിനെ എതിർത്തു. മെഷുല്ലാമും ലേവ്യനായ ശെബത്തായിയും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ച് പുരോഹിതൻ എസ്രാ കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത പേര് രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസമായപ്പോൾ അന്യ സ്ത്രീകൾ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിത പുത്രന്മാരിൽ അന്യ സ്ത്രീകൾ വിവാഹം ചെയ്തവർ യോസാദാക്കിൻ്റെ മകൻ യേശുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ, എലിയേസർ, യാറിബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്നൊരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മേറിൻ്റെ പുത്രന്മാരിൽ ഹനാനി, സെബാദിയ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷെമായ, യഹിയേൽ, ഉസിയ. പശ്രൂഹിൻ്റെ പുത്രന്മാരിൽ എലിയോവേനായ്, മസ്സേയ, ഇസ്മായേൽ, നെത്തനേൽ, യോസാബാദ്, എലാസ. ലേവ്യരിൽ യോസാബാദ്, ഷിമേയി, കെലായ, അതായത് കെലീത്ത, പെതാഹിയ, യൂദ, എലിയാസർ. ഗായകരിൽ എലിയാശിബ്. വാതിൽ കാവൽക്കാരിൽ ശല്ലൂം, തെല്ലേം, ഊറി. ജനത്തിൽ പാറോഷിൻ്റെ പുത്രന്മാരിൽ റാമിയ, ഇസിയ, മിൽക്കിയ, മിയാമിൻ, എലയാസർ, ഹഷാബിയ, ബനായ. ഏലാമിൻ്റെ പുത്രന്മാരിൽ മത്താനിയ, സക്കറിയ, യഹിയേൽ, അബ്ദി, യെറേമോത്ത്, ഏലിയ. സത്തുവിൻ്റെ പുത്രന്മാരിൽ എലിയോവേനായ്, എലിയാശിബ്, മത്താനിയ, യെറേമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹനാൻ, ഹനാനിയ, സബായി, അതുല്ലായി. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലൂക്ക്, അദായ, യാശൂബ്, ഷെയാൽ, യാറേമോത്ത്. മോഹാവിൻ്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബനായ, മാസേയ, മത്താനിയ, ബസാലേൽ, ബിന്നൂയി, മനാസെ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ എലയേസർ, ഇഷിയ, മൽക്കിയ, ഷെമായ, ഷിമേയോൻ. ബെഞ്ചമിൻ, മല്ലൂക്ക്, ഷെമാറിയ. ഹാഷുമിൻ്റെ പുത്രന്മാരിൽ മത്തേനായ്,
മത്താത്ത, സാബാദ്, എലീഫലത്ത്, യറേമായി, മനാസെ. ഷിമെയ് ബാനിയുടെ പുത്രന്മാരിൽ മാദായ്, അമ്രാം, യുവേൽ, ബനായ, ബദേയ, കെലൂഹി, വാനിയ, മെറേമോത്ത്, എലിയാഷിബ്, മത്താനിയ, മത്തേനായി, യാസു. ബിന്നൂയിയുടെ പുത്രന്മാരിൽ ഷിമെയി, ശലേമിയ, നാഥാൻ, അദായ, മഗ്നദേബായ്, ശാശായ്, ഷാറായ്, അസറേൽ, ശലേമിയ, ശമറിയ, ശല്ലൂം, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയിയേൽ, മത്തീത്തിയ, സാബാദ്, സെബീന, യദ്ദായി, ജോയേൽ, ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു.